ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ സെപ്റ്റംബർ മാസം 22-ാം തീയതി മഹാനവരാത്രിയുടെ ആരംഭമാണ്. ഈയൊരു നവരാത്രി ആരംഭിക്കുമ്പോൾ മുതൽ മുന്നോട്ട് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ദുഃഖദുരിതങ്ങളും കഷ്ടതകളും വിട്ടൊഴിഞ്ഞ് ജീവിതത്തിൽ നല്ല വിജയങ്ങളും ഉയർച്ചകളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു 12 നക്ഷത്ര ജാതകരുണ്ട്. 4 രാശികളിൽ വരുന്ന 12 നക്ഷത്ര ജാതകരെ പറ്റിയാണ് ഇവിടെ എടുത്തു പറയുന്നത്. മഹാനവരാത്രിയുടെ ആദ്യത്തെ 3 നാളുകൾ ദുർഗാ ദേവിയെ ആരാധിക്കുന്ന പൂജിക്കുന്ന നാളുകളാണ്. പിന്നീട് അതിനുശേഷം വരുന്ന 3 ദിവസങ്ങൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയെ പൂജിക്കുന്ന നാളുകളാണ്. അതിനുശേഷം വരുന്ന 3 നാളുകൾ സരസ്വതി ദേവിയെ പൂജിക്കുന്ന നാളുകളാണ്. അതായത് ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കേണ്ട എല്ലാ നന്മകളും വന്നു ചേരുന്ന നാളുകളാണ് ഈ നവരാത്രിയുടെ. നമ്മുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ, പ്രയാസങ്ങൾ, എല്ലാവിധത്തിലുള്ള ശത്രുതകൾ, രോഗദുരിതങ്ങൾ ഇതിനെയൊക്കെ മറികടക്കുന്നതാണ് ദുർഗാദേവിയുടെ അനുഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സഹായിക്കുന്നു. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ധനധാന്യ സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, ജീവിത ഉയർച്ചകൾ, അങ്ങനെ കഷ്ടതകളിൽ നിന്ന് മുക്തി ലഭിക്കുന്നു. ധനധാന്യ സമ്പൽ സമൃദ്ധി ഐശ്വര്യം വന്നു ചേരുന്നു. സരസ്വതിയെ കുറിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ അറിവ് ലഭിക്കുന്നു എന്നുള്ളതാണ്. നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള അറിവ്, ജീവിതത്തിലെ നല്ല മൂല്യങ്ങളെ പറ്റിയുള്ള ധാരണ, അങ്ങനെയുള്ള എല്ലാ അറിവുകളും ഈ പ്രപഞ്ചത്തിൻ്റെ നല്ലതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ, ജീവിതത്തിലെ നന്മകൾ, ആ അറിവുകളെ നൽകുന്നതാണ് സരസ്വതി എന്ന് പറയുന്നത്. നന്മതിന്മകളെ വേർതിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന ഏറ്റവും ഉത്തമമായ കാര്യം. ആ നല്ല അറിവ് ലഭിക്കുമ്പോഴാണ് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കുവാനും നല്ല രീതിയിൽ സംസാരിക്കുവാനും പെരുമാറുവാനും പ്രവർത്തിക്കുവാനും, അങ്ങനെ അതുമൂലം നല്ല നേട്ടങ്ങളൊക്കെ വരുന്നത് അറിവിനെ അടിസ്ഥാനമാക്കിയാണ്. ഇങ്ങനെ ഒരു മനുഷ്യ ആയുസ്സിൽ വേണ്ട എല്ലാ നന്മകളും ലഭിക്കുന്ന ഒന്നാണ് നവരാത്രി. അതാണ് നവരാത്രിക്ക് ഇത്രമേൽ പ്രാധാന്യം. ഇവിടെ പറയുന്ന ഒരു 12 നക്ഷത്ര ജാതകർക്ക് ഈ പറയുന്ന എല്ലാ ഗുണാനുഭവങ്ങളും നന്മകളും ഈ ഒരു നവരാത്രി മുതൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അനുഭവത്തിൽ വരും. നിങ്ങളെ സംബന്ധിച്ച് നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം ഞാനിവിടെ പറയുന്ന രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ഒരു ജനന ജാതകം ആഗ്രഹിക്കുന്നെങ്കിൽ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ജാതകപ്രകാരം നിങ്ങളുടെ ആ ജാതകത്തിലുള്ള ആ ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷങ്ങളൊക്കെ ശുഭമാണെങ്കിൽ അതും നിങ്ങളുടെ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഇനി ഏതൊക്കെ രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾക്കാണ് ഈ ഒരു നവരാത്രി മുതൽ മുന്നോട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും വന്നു ചേരുന്നത് എന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് ഈ നവരാത്രി മുതൽ അനുഭവത്തിൽ വരുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള അവസ്ഥയെന്ന് പറയുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളാണ് എന്ന് തന്നെ പറയാം. പലരെയും സംബന്ധിച്ച് പലർക്കും ഒരു വരുമാനമില്ലാത്ത ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്കൊരു വരുമാനം ഉണ്ടാകുന്നതിന് ഒരു ജോലി അതൊരു അത്യാവശ്യ കാര്യമാണ്. പലരെയും സംബന്ധിച്ച് ജോലി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെട്ടു പോയ അനുഭവമോ, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എത്ര പരിശ്രമിച്ചാലും എത്ര അതിനുവേണ്ടി പ്രയത്നിച്ചാലും അതിനൊത്ത ഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അലച്ചിലുകൾ മാത്രം ബാക്കിയാവുന്ന ഒരനുഭവം. നിങ്ങളെ സംബന്ധിച്ച് നവരാത്രി മുതൽ മുന്നോട്ട് ഉള്ള ഓരോ ദിവസങ്ങളിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ഒരു ജോലി ഇല്ലാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു നല്ലൊരു വരുമാന മാർഗം മുന്നിലേക്ക് തെളിഞ്ഞു കിട്ടുന്ന സമയം, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളുടെ കർമ്മത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും തടസ്സതകളും പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും നിങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ടൊക്കെ നല്ല ഉയർച്ച ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ
അനാവശ്യ ചിലവുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് പലരുടെയും ജീവിതത്തിൽ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. കയ്യിലേക്ക് വരുന്ന പണം ഒരു ശുഭകാര്യങ്ങൾക്കൊന്നും ചിലവഴിക്കാൻ സാധിക്കാതെ വരുന്നതിലും വേഗത്തിൽ പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരെയും സംബന്ധിച്ച് ആശുപത്രിവാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അപ്രതീക്ഷിതമായി വന്നു ചേർന്ന് അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട ഒരു അനുഭവം പലർക്കുമുണ്ട്. അതുപോലൊരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് നമ്മൾ പണം ചിലവഴിച്ചാൽ പോലും അതൊക്കെ പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. കടം വാങ്ങി വരെ പല കാര്യങ്ങൾക്കും വേണ്ടി പണം ചിലവഴിക്കേണ്ട ഒരനുഭവം, ഒരവസ്ഥ. ഒരുപാട് അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രതിസന്ധികളും വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് ഒരു വിദേശ ജോലിക്കോ ഒക്കെ ശ്രമിച്ചിട്ട് പോലും കയ്യിലിരിക്കുന്ന പണം പല ആളുകൾക്ക് കൊടുത്ത് ഒരു വിദേശ ജോലിക്ക് ശ്രമിച്ചവർക്ക് പോലും അത് ലഭിക്കാതെ അതിനുവേണ്ടി അലഞ്ഞ് നടക്കുന്നതായിട്ടുള്ളൊരു അനുഭവം കണ്ടുവരുന്നുണ്ട്. കയ്യിലിരിക്കുന്ന പണം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട് തിരിച്ച് കൈകളിലേക്ക് വരാത്ത ഒരു അനുഭവം പലരെയും സംബന്ധിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിച്ച് പൂർത്തീകരിക്കാനാകാതെ പലതരത്തിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതൊക്കെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ട ഒരവസ്ഥ. അത് അങ്ങനെ ഉള്ളൊരു കടബാധ്യതകൾ, അപ്രതീക്ഷിതമായിട്ടുള്ള കടബാധ്യതകളാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച് ശക്തമായിട്ട് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള ശത്രുതകൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും ധാരാളമാണ്. എല്ലാവരും നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ആരുമില്ലാത്ത ഒരു സ്ഥിതി, ഒരു അനുഭവമാണ് പല മേടം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും. സ്വന്തം ബന്ധങ്ങൾ പറയാനുണ്ടെങ്കിലും നമ്മുടെ ഒരു ആവശ്യത്തിന്, സഹായത്തിന് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയേണ്ട അവസ്ഥയൊക്കെ മേടം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് അനുഭവത്തിലുണ്ട്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രയാസം, പ്രതിസന്ധികൾ എല്ലാ രീതിയിലും അനുഭവത്തിൽ വരുന്നു. പലരെയും സംബന്ധിച്ച് നല്ല ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അനുഭവം, അതൊക്കെ അനുഭവത്തിൽ ഉള്ളവരാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള നല്ല മാറ്റങ്ങളും, ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ ദോഷവശങ്ങളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനവരുമാനം കൈകളിലേക്ക് വന്നു ചേരുക, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മോചനം ലഭിക്കുക, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ലഭിച്ച് ആരോഗ്യം വീണ്ടെടുക്കുക, നിങ്ങളുടെ ജോലിയിൽ, കർമ്മത്തിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച ലഭിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം പാഴ്ചിലവൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾക്കത് ഉപയോഗപ്രദമായ രീതിയിൽ ചിലവഴിക്കാൻ സാധിക്കുകയും ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യുകയും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരും. പ്രധാനമായിട്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും. ഇത്രയും നാളും അപ്രതീക്ഷിതമായിട്ടൊരു പാഴ്ചിലവായിരുന്നെങ്കിൽ ഇനി ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അവരവർക്കും അവരവരുടെ കുടുംബത്തിനും വേണ്ടി പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. മേടം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ തീർച്ചയായിട്ടും വന്നു ചേരും. നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയുമൊക്കെ മുന്നോട്ടുള്ള സമയത്ത് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ നവരാത്രി നാളുകൾ മുതൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. ഇതിനെയൊക്കെ പരമാവധി നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകൂ. ആദിപരാശക്തിയായ അമ്മ എല്ലാ നന്മകളും നിങ്ങൾ മേടം രാശിക്കാർക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ എല്ലാം വന്നു ചേരുന്ന സമയത്തിൻ്റെ ആരംഭമാണ് നവരാത്രി മുതൽ. ചിങ്ങം രാശിക്കാരെ പറ്റി എടുത്തു പറയണമെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തെപ്പറ്റി ഒരു ചെറുതാണെങ്കിൽ പോലും ഒരു പ്ലാനിങ് എന്ന് പറയുന്ന കാര്യമുണ്ടാകും. ഇന്ന രീതിയിൽ മുന്നോട്ട് പോകണം, ലഭിക്കുന്ന പണം ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കണം, ജീവിതത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തപരമായിട്ടുള്ള ആശയങ്ങളും ചിന്തകളും പ്ലാനിങ്ങും ഉണ്ടാകും. പക്ഷേ ഇതിനെയൊക്കെ തീർത്തും നിഷ്ഭ്രമമാക്കുന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടെയാണ് പല ചിങ്ങം രാശിക്കാരും കടന്നു പോകുന്നത്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ പലരെ സംബന്ധിച്ച് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ചിലർക്ക് അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, കർമ്മത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരനുഭവങ്ങൾ. മറ്റു ചിലർക്ക് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഏർപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ കാരണമുണ്ടാകുന്ന മനോവേദന, ആ ഒരു വ്യഥ വളരെയധികം ഉള്ള ഒരു സമയമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ പല ചിങ്ങം രാശിക്കാർക്കുമുണ്ട്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് അപ്രതീക്ഷിതമായ ജീവിതത്തിലുണ്ടായ കടബാധ്യതകൾ, സാമ്പത്തിക പരാധീനതകളെപ്പറ്റി
വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പല ചിങ്ങം രാശിയിൽപ്പെട്ടവർക്കും അപ്രതീക്ഷിതമായി ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വന്നു ചേർന്നതുകൊണ്ട് ഒരു സാമ്പത്തിക ബാധ്യതയിൽ കടക്കെണിയിലൊക്കെ അകപ്പെട്ടവർ ധാരാളമാണ്. അത് ആരോഗ്യപരമായ കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഒരവസ്ഥ, ആ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർ ധാരാളമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, കുടുംബ ദാമ്പത്യ ജീവിതത്തിലോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ അനാവശ്യമായി നേരിടേണ്ടി വരുന്ന ചില എതിർപ്പുകൾ, ശത്രുതാ മനോഭാവം, എത്ര നന്മകൾ ചെയ്താലും നമുക്ക് അതിനുള്ളൊരു പ്രയോജനം ലഭിക്കാതെ ഒരു ശത്രുവായിട്ട് കണ്ട് നമ്മളോട് പെരുമാറുന്ന അവസ്ഥയൊക്കെ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകളാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എടുത്തു പറയേണ്ട ഒന്നും. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും വാഹന സംബന്ധമായിട്ട് ചെറിയ തരത്തിലുള്ള അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവത്തിൽ വരുന്നവരും, അതുപോലെ അതുമൂലം സാമ്പത്തിക ക്ലേശങ്ങൾ, ആശുപത്രി വാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നവരും ധാരാളമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ് ചിങ്ങം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു നവരാത്രി ആരംഭം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണമായ മാറ്റമാണ്. നമ്മൾ പറയാറില്ലേ, സ്വപ്നത്തിൽ പോലും കരുതിയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ലഭിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്നത് പോലെ ചിങ്ങം രാശിയിൽപ്പെട്ട പല സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും ജീവിതത്തിൻ്റെ പല മേഖലകളിലും അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ചേഞ്ചസ് അനുഭവത്തിൽ വന്ന സമയമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അത് അവരുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന നല്ല ദശാകാലത്തിൻ്റെ ഗുണം കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു നവരാത്രി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും ഒക്കെ വിട്ടുമാറി ആരോഗ്യപരമായിട്ടുള്ളൊരു മുന്നേറ്റം ലഭിക്കുക, കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറുക, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നല്ല ഒരു ദാമ്പത്യ കുടുംബജീവിതം ലഭിക്കുക, വിവാഹ കാര്യങ്ങളിലെ തടസ്സം വിട്ടുമാറുക, അങ്ങനെ ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഇത്രയും നാൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇനി മുന്നോട്ടുള്ള സമയം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അത് ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമൊക്കെ ഒരു നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അനുഭവിക്കുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും പൂർണ്ണമായി വിട്ടുമാറി ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, ഉയർച്ചകൾ, നന്മകൾ തീർച്ചയായിട്ടും വന്നു ചേരുക. ധനധാന്യ സമ്പൽ സമൃദ്ധി ലഭിക്കുക, മാനസികമായൊരു സുഖം, സമാധാനം, സന്തോഷം, ഒരു സ്വസ്ഥത ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണ വിജയവും എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുകയും ചെയ്യും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം ചിങ്ങം രാശിക്കാർക്ക് ധാരാളം അത് അനുഭവത്തിൽ വരികയും ചെയ്യും. ഇതിനെ നിങ്ങൾ ഓരോരുത്തരും നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഒരുപാട് നല്ല മാറ്റങ്ങൾ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവരവരുടെ ജനന ജാതകത്തിൻ്റെ സ്ഥിതി കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, നന്മകളൊക്കെയാണ് ഈ നവരാത്രി മുതൽ അനുഭവത്തിൽ വരുന്നത്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പലരും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു നവരാത്രി മുതൽ ഒരു നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. എടുത്തു പറയേണ്ടത് കുംഭം രാശിക്കാർക്ക് ഒരു ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഏതൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നൊരു വ്യക്തികളാണെങ്കിലും അതിലൊക്കെ നല്ല മാറ്റങ്ങൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുഭവത്തിൽ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറി നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. പ്രധാനമായും കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്.
എത്ര വലിയ ഒരു സാമ്പത്തിക ബാധ്യതകളിൽ കൂടെ മുന്നോട്ട് പോകുന്ന കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും അതിലൊക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റം, ഒരു മോചനം ലഭിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അവരവരുടെ ആവശ്യങ്ങൾ, അവരവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു ധനവരവ്, പണവരവ് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. അതുപോലെ നിങ്ങളുടെ കടബാധ്യതകളുള്ള വ്യക്തികളാണെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള ധനം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിലൊരു മാറ്റം ലഭിക്കാൻ ഒരുപാട് വർഷത്തിൻ്റെയോ കാലത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിലൊരു നന്മ സംഭവിക്കാൻ. അതുപോലെ തന്നെയാണ് ഒരു ദോഷഫലം ഉണ്ടാകണമെങ്കിലും. നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഈയൊരു സമയം അനുസരിച്ച് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ഗുണഫലങ്ങൾ, നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് വളരെയധികം പരാധീനതയിൽ കൂടെ കടന്നു പോകുന്നവർ ധാരാളമാണ്. ഒരു നല്ല ജീവിത നിലവാരത്തിൽ നിന്ന് ജീവിതം പെട്ടെന്ന് താഴേക്ക് എത്തിപ്പെട്ട അനുഭവം പലർക്കുമുണ്ട്. അത് അവരവർ ചെയ്യുന്ന ജോലിയിൽ ഉള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അനുഭവത്തിലുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് കടബാധ്യതകളിൽ പെട്ട വ്യക്തികളും ധാരാളമാണ്. സ്വന്തം ബന്ധങ്ങളോ സുഹൃത്തുക്കളെ ഒക്കെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ധാരാളമാണ്. സഹായിച്ചവരാരും ഇപ്പോൾ നമുക്കൊരു സഹായത്തിനില്ലാത്ത അനുഭവമാണ് പലരെയും സംബന്ധിച്ച്. ഏറെ വിശ്വസിച്ച് കൂടെ നിന്ന പല വ്യക്തികളിൽ നിന്നും പലതരത്തിലുള്ള തിക്താനുഭവങ്ങൾ, മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ലഭിച്ച വ്യക്തികളാണ്. കുംഭം രാശിക്കാർ തുടങ്ങി വെച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ നിന്നു പോകുന്നു. അതൊരു ഗൃഹനിർമ്മാണമാണെങ്കിലും ഒരു പുതിയ സ്ഥാപനമോ ബിസിനസ് സംരംഭങ്ങളോ ആരംഭിക്കുന്ന കാര്യത്തിലോ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് കുംഭം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉയർ പഠനം, വിദേശ പഠനത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ച് അതിനൊക്കെ ഉള്ളൊരു പലതരത്തിലുള്ള ഒരു തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാലതാമസങ്ങൾ, പരിശ്രമങ്ങൾ ആവശ്യമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. എല്ലാ തരത്തിലും ഏറ്റവും അധികം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു രാശിക്കാരാണ് കുംഭം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിൽ വളരെ വലിയൊരു മാറ്റമാണ് കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നത്. ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മോചനം ലഭിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ സഞ്ചരിക്കാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വഴി തുറന്നു കിട്ടും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റമുണ്ടാകും. സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടുന്നൊരനുഭവം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിച്ച ഉയർ പഠനം ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഒരു വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. വിവാഹ കാര്യങ്ങളിലെ കാലതാമസം, തടസ്സങ്ങൾ വിട്ടുമാറും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പകുതി വഴിയിൽ ഉപേക്ഷിച്ച പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിനെ ഒരു ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കും. അത്രമേൽ ഈശ്വരാനുഗ്രഹം ഉള്ള സമയമാണ്. അതിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു നവരാത്രി നാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിനെ അലട്ടിയിരുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും, ഇത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല മാറ്റം വന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഈശ്വരാനുഗ്രഹം വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാനും സാധിക്കും. നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകൂ. ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരുടെ ജാതകത്തിൻ്റെ സ്ഥിതി കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. അതിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഗുണഫലങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽപ്പെട്ട പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ നവരാത്രി ആരംഭിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനമാണ്. പൊതുവെ മീനം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് താങ്ങാവുന്നതിലും അധികം ഭാരം ചുമന്ന് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാം. പലതരത്തിലാണ് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് പ്രശ്നങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ് സത്യം. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ആ ബുദ്ധിമുട്ടുകൾ. ചിലരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലി മുഖാന്തരം അനുഭവിക്കുന്ന സമ്മർദ്ദം, അതുമൂലം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. മറ്റു ചിലരെ സംബന്ധിച്ച് സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിന്ന്
അത് സഹോദരങ്ങളാകാം, മറ്റ് രക്തബന്ധങ്ങളാകാം. അവരിൽ നിന്നുണ്ടാകുന്ന അനാവശ്യ അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ, സ്വരച്ചേർച്ചകൾ, ഇതുമൂലമുണ്ടാകുന്ന മനോവേദനകൾ, പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ. മറ്റു ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേർന്ന് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മീനം രാശിക്കാരുമുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കൈകളിലേക്ക് വരുന്ന ഒരു പണം, അത് ചെറുതാണെങ്കിലോ വലുതാണെങ്കിലോ നമുക്കതൊരു സമ്പാദ്യമാക്കി, ഒരു ചെറുതാണെങ്കിൽ പോലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കാതെ, അതല്ലെങ്കിൽ ഒരു സേവിങ്സ് സാധിക്കാത്ത തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. പലരെയും സംബന്ധിച്ച് വരവിനേക്കാട്ടിൽ കൂടുതൽ ചിലവുകളാണ് അനുഭവത്തിലുള്ളത് എന്നുള്ളതാണ് പരമമായ സത്യം. സാമ്പത്തികപരമായിട്ട് അപ്രതീക്ഷിതമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാശികളിൽപ്പെട്ട ഒരു രാശിക്കാരാണ് മീനം രാശിക്കാർ. അത് പലതരത്തിലാണ് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട്. അനാവശ്യമായ പാഴ്ചിലവുകൾ, അലച്ചിലുകൾ, ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു സമയത്ത് മീനം രാശിക്കാർ അനുഭവിച്ചു വരുന്നുണ്ട്. മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷ ഭേദമന്യേ അവരവരുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളാണ് പലരും അനുഭവിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ട് പലരുടെയും ജീവിതത്തിൽ എന്നുള്ളതാണ് സത്യം. നിങ്ങളെ സംബന്ധിച്ച് ഈ നവരാത്രി ആരംഭം മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഒരു ഈശ്വരാനുഗ്രഹം ലഭിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, ഇതിലൊക്കെ ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ശിരസിൽ താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം വെച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് പലരും. ആ ഒരു ഭാരം ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു അനുഭവമാണ് ലഭിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിലുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു നല്ലൊരു പോംവഴി തെളിയുന്ന സമയം, അതുപോലെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക, ആ തീരുമാനങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുക, ഇതിനൊക്കെയുള്ളൊരു ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ധനധാന്യ സമ്പൽ സമൃദ്ധി ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി നിങ്ങൾക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അങ്ങനെയുള്ളൊരു അനുഭവം വന്നു ചേരും. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളോ കടബാധ്യതകളോ ആണെങ്കിലും അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ ഒരു സമയം മുതൽ നിങ്ങൾ മീനം രാശിക്കാർക്ക് സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് കർമ്മസംബന്ധമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒന്നാണ്, മീനം രാശിക്കാർക്ക് ഈ ഒരു സമയം, നിങ്ങൾക്ക് ഈ നവരാത്രി മുതൽ നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളിലുണ്ടായിരുന്ന ആകുലത, വേവലാതികളൊക്കെ വിട്ടുമാറി അവർക്കും ജീവിതത്തിലൊരു നല്ല കാലം, നല്ല സമയം ആരംഭിക്കും. അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ അവരവരുടെ പൂർവിക വഴിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പൂർവികപരമായിട്ട് ഭൂമിയോ മറ്റു കാര്യങ്ങളോ ലഭിക്കുവാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവും, കാലാകാലങ്ങളിലായിട്ടുള്ള സ്വന്തമായൊരു വീട് എന്നുള്ളൊരാഗ്രഹം, ഭവനമെന്ന ആഗ്രഹത്തിനൊക്കെയുള്ള വഴികളൊക്കെ നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടുന്ന സമയമാണ്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉണ്ടായിരുന്ന അലച്ചിലുകൾ, ആ ഒരു പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഉയർച്ച വന്നു ചേരും. ഭാഗ്യം ലഭിക്കുന്ന സമയം. ഭാഗ്യമെന്ന് പറയുന്ന പലർക്കും പലതരത്തിലാകാം. ചിലർക്ക് അപ്രതീക്ഷിതമായ ധനവരവ്, ആ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുക. മറ്റു ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുക. മറ്റു ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ സമാധാനം, സുഖം ലഭിക്കുക. അതുപോലെ ആഗ്രഹിച്ച ഒരു ജോലി നമുക്ക് ലഭിക്കുക, ആ കർമ്മത്തിൽ ഉയർച്ച ലഭിക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള നന്മകൾ മീനം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകൂ. ഈ നവരാത്രി നാൾ മുതൽ മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരും. ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകത്തിൻ്റെ സ്ഥിതി കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മ നിങ്ങൾക്ക് എല്ലാ നന്മകളും നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.